ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് കലാത്തിയൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ. ഇതുപോലെയാണ് കലാത്തിയുടെ തൈ ഉണ്ടാവൽ. ഇതേപോലെയാണ് അവിടെയും ഇവിടെയൊക്കെ വീണിട്ട് ഇങ്ങനെ മുളയ്ക്കും. ഇതിന് ചെറിയ സീഡ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതേപോലെ മുളച്ച് വരും കേട്ടോ കലാത്തിയുടെ തൈ. ഇതിപ്പോൾ കളറേതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഏതായാലും ഒരു ചട്ടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ട് വെക്കും. അപ്പം ഇന്നും പതിവ് പോലെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കലും, അതേപോലെ കുറച്ച് വലിയ ചട്ടികളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അപ്പം ചെറിയ ചെടികളൊക്കെ അതിലേക്ക് മാറ്റി വെക്കലും ഒക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പം ഇന്ന് പിന്നെ മോളെണീക്കാൻ നേരം വൈകിയപ്പോൾ ഞാൻ അതിന് ഇറങ്ങിയതാണ്. നമ്മൾ 2 ദിവസം മുമ്പ് നട്ടിട്ടുള്ള ടർട്ടിൽ വൈനാണ് കേട്ടോ. അത് നല്ല രസമായിട്ട് ഉണ്ടാകുന്നുണ്ട്. നന്നായിട്ടുണ്ടായിട്ട് ഞാൻ ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് മാറ്റി നടാൻ ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് ആട്ടിൻ കാഷ്ടം, അതേപോലെ അതിൻ്റെ പൊടിയാണ് കേട്ടോ. ചാക്ക് വാങ്ങിയതാണ്. അതേപോലെ കൊക്കോപ്പിറ്റും നമ്മുടെ അരിച്ചാലിന് എടുത്തിട്ടുള്ള മണ്ണും. ഇവിടെ ഹിന്ദിക്കാർ നന്നാക്കിയ സമയത്ത് നമ്മൾ മുറ്റത്തേക്ക് ഇടിക്കുക ചെയ്യുക. ആ മണ്ണാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കുഴിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ ഡ്രൈനേജിൻ്റെ ഹോള് പ്രോപ്പറായിട്ട് തുറന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി ചീഞ്ഞു കേട്ടോ. ഈ ഒരു വെള്ളം അതിൽ കെട്ടിക്കിടന്നിട്ട്. അപ്പോൾ ആ ഒരു ഹോൾ നമ്മൾ ജസ്റ്റ് അവിടെ അങ്ങനെ ഒരു കട്ടി കുറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ അത് റെഡിയായി കിട്ടും. അത് കറക്റ്റായിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. ചില സമയത്തും ആദ്യമൊക്കെ ചെടി മുമ്പൊക്കെ എനിക്കത് അത്ര ശ്രദ്ധിക്കില്ലേ ഞാൻ. അങ്ങനെ ആ ചെടിക്കൊരു ഗ്രോത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ അങ്ങനെ നിൽക്കുക ചെയ്യുക. അപ്പം പിന്നെ അതേപോലെ ചിലർ ആ ഓളം അടയാതെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടും കഷ്ണം കടിയിലിട്ട് കൊടുക്കില്ല. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ മണ്ണ് കൊക്കോപ്പീറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ കെട്ടിക്കിടക്കില്ല. ഹോൾ ശരിയായി കഴിഞ്ഞാൽ ഈ ആട്ടിൻ കാഷ്ടം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആട്ടിൻ കാഷ്ടം ഇട്ട് കഴിഞ്ഞാൽ ചട്ടികളിൽ പുല്ല് മുളയ്ക്കൂല കേട്ടോ. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ഗാർഡനിൽ പോയ സമയത്ത് ഒരാൾ പറഞ്ഞതാണ്. നമ്മൾ ആട്ടിൻ കാഷ്ടമാണ് ഈ ഒരു വളമായിട്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പുല്ല് മുളയ്ക്കൂല എന്നാണ് പറഞ്ഞത്. ചാണകമൊക്കെയാണ് ഇഷ്ടം പോലെ മുളയ്ക്കും കേട്ടോ പുല്ല്. അപ്പം അതേപോലെ വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതാക്കിയിട്ട് എടുത്ത് മാറ്റിയിട്ട് ഞാൻ കവറുകളിൽ വെച്ച ചെടികളും ഇതേപോലെ മണ്ണ് കുറവുള്ള ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് ബോഗൺവില്ലയാണ് വയനാട്ടിൽ നിന്ന് ഒരു സമയത്ത് വയനാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു കമ്പ് മുറിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ റോഡ് സൈഡിൽ നിന്ന്. അത് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കണം. ഇത് എത്ര നമ്മൾ നനച്ചാലും ഡ്രൈ ആണ് കേട്ടോ. കാരണം അതിൽ കൊക്കോപ്പീറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കുത്തിയിട്ട സമയത്ത് അങ്ങനെ ഉണ്ടായതാണ്. അപ്പം അത് ഈ വലിയ പോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതൊന്നും നനഞ്ഞ സമയത്തായാലും ഉണങ്ങിയ സമയത്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താലും അങ്ങോട്ട് പോരും കേട്ടോ. കണ്ടോ, ചെടിയൊന്നും സംഭവിക്കൊന്നുമില്ല. പക്ഷേ മറ്റു നല്ലപോലെ കിട്ടുകയും ചെയ്യും. അപ്പം അതേപോലെ എടുത്തിട്ട് അങ്ങനെ തന്നെ വെക്കാണ്ട് വേരൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ഇതിൽ എത്ര വെള്ളം ഒഴിച്ചാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ ഉണങ്ങി നിൽക്കും. അപ്പോൾ അതിലെന്താ പറയുക, കൊക്കോപ്പീറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് മണ്ണിൽ അങ്ങോട്ട് കുത്തിയിട്ട് കൊടുത്തതാണ്. അത് ഞാൻ പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഇത് എനിക്കൊരു സബ്സ്ക്രൈബർ വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ ചട്ടിയിൽ കുഴിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ബോഗൺവില്ല മാറ്റിയില്ലേ, ആ ഒരു ചട്ടിയിലാണ് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ഞാൻ വലിയ ചട്ടി വാങ്ങിയിട്ട് അങ്ങനെ മാറ്റി കൊടുക്കും. അപ്പോൾ ആ ചെറിയ ചട്ടിയിൽ വേറെ എന്തെങ്കിലും കുഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ ഈ ഒരു അഗ്ലോണിമ ഉണ്ട് കേട്ടോ. അതിൻ്റെ ചട്ടി പൊട്ടിയിട്ടുണ്ട്, വേര് തിങ്ങിയിട്ട്. ആ ചട്ടി ഇനിയിപ്പോൾ എന്തായാലും വേറെ ഒന്നിനും പറ്റൂല. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാവില്ല, എല്ലാവരും ചെയ്യുന്നവർ തന്നെ ആയിരിക്കും കൂടുതൽ. ഞാനങ്ങനെയൊക്കെ തന്നെ ചെയ്യൽ കേട്ടോ. പൊട്ടിച്ചട്ടികളൊന്നും കുറേ ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഉപയോഗിക്കും. അങ്ങനെ ഒറ്റയടിക്കൊന്നും ഒഴിവാക്കൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്കതിൽ തൈ പിടിപ്പിക്കാനൊക്കെ വെക്കാമല്ലോ. അതുപോലെ ഈ ഒരു കലാത്തിയ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ചെറിയൊരു തൈയാണ് വാങ്ങിയത്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം. അപ്പോൾ ഈ ഒരു കാണുന്ന വലിയ ചട്ടിയിൽ ഒരു അഗ്ലോണിമൻ്റെ ഒരു തൈ മുളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണം മുറിച്ചത് വെട്ടിയത്. അപ്പോൾ അത് ഞാൻ ഈ ചെറിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ പിടിച്ച് തരാൻ നമുക്ക് ചെറിയ ചട്ടിയിൽ ധാരാളമാണല്ലോ. പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ ഒരു ചട്ടിയിലേക്ക് ആ ഒരു കലാത്തിയെ മാറ്റിയിട്ടോ. നല്ലോണം വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. മൺചട്ടിയായിരുന്നു അത്, പൊട്ടിച്ചട്ടിയായിരുന്നു കേട്ടോ. അല്ലാണ്ട് കാലം ഉപയോഗിക്കുന്ന മുന്നേ പൊട്ടിയതായിരുന്നു കേട്ടോ അത്. നമ്മൾ ഈ ചട്ടി ഇതൊക്കെ മാറ്റുമ്പോൾ തന്നെ ചെടികൾക്കൊരു പ്രത്യേക ഭംഗി വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഓലും തന്നെ ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അതുപോലെ ആ മൺചട്ടിയിലാണ് ഞാൻ അടുത്തതായിട്ടുള്ള ഒരു മുളയ്ക്കാൻ വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതും അങ്ങനെ അതിലേക്ക് വെച്ചു. പിന്നെ ഇത് ഞാൻ ആനക്കയത്ത് പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നൊരു അഗ്ലോണിമായിരുന്നു.
അതും ഒരു ചട്ടിയിലേക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ ഈ ഒരു പിന്നെ അഗ്ലോണിമ ഞാൻ വലിയ ലീഫ് കളഞ്ഞ് ലിഫ്രോബാച്ചിയാണോ അറിയില്ല, അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അഗ്ലോണിമ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അഗ്ലോണിമ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഇതൊക്കെ എനിക്ക് ആ സബ്സ്ക്രൈബർ കൊണ്ടു തന്നതാട്ടോ. അതൊക്കെ ചട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. വളം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിലൊക്കെ. കാരണം വളം ഇല്ലെങ്കിൽ ഇപ്പം ഇതൊന്നും വളരൂല. ആദ്യത്തെ പോലെയല്ല, ഞാനങ്ങനെ വളമൊന്നും ഇട്ട് കൊടുക്കില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് മണ്ണ് വെച്ചിട്ട് എപ്പോഴെങ്കിലും ചാണകപ്പൊടി എല്ലുപ്പൊടി ഇട്ട് കൊടുക്കലുള്ളായിരുന്നു. ഇപ്പം ഞാൻ എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അഗ്ലോണിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇല വീണിട്ട്, പ്ലാവിൻ്റെ ഇല വീണിട്ട് മെയിൻ്റനൻസ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്തൊക്കെ നീക്കി നമ്മൾ അടിച്ചിരി കൊടുത്തിട്ടില്ലെങ്കിൽ ചണ്ടി നല്ലോണം നിറയും കേട്ടോ, വൃത്തിയില്ലാതാവും. അപ്പോൾ ഞാനത് സ്ഥലം മാറ്റാം കേട്ടോ. പിന്നെ എൻ്റെ ചെടികളൊന്നും ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കലില്ല കേട്ടോ. ഞാൻ പല സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. മണ്ണിൽ കുഴിച്ചിട്ട് പിന്നെ നമുക്ക് പറിച്ച് മാറ്റാൻ വയ്യല്ലോ, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇന്ന് ഫുള്ള് അങ്ങോട്ട് വെക്കലൊക്കെ ഇട്ടിട്ട് അതന്നെയായിരുന്നു പണി. കാലുവേദന മൂലവേദനയൊക്കെ ഉണ്ട്, മാറ്റായിട്ടൊന്നുമില്ല. എന്നാലും ഇതിന്മേലേക്ക് ഇറങ്ങുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ പോകില്ല. ഇതിങ്ങനെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊക്കെ ഒന്ന് തോന്നും. പിന്നെ ഇപ്പം എന്താ, നമ്മളിങ്ങനെ അകത്തിരുന്നിട്ട് നമ്മളിങ്ങനെ കാര്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പണി എടുത്തുകൊണ്ടിരുന്നാലാണല്ലോ നമ്മളെ കയ്യും കാലൊക്കെ നനങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് ഗാർഡനിങ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണത്. പിന്നെ നമ്മുടെ തടി കാക്കാൻ നമുക്കറിയാം. എനിക്ക് ഊരവേദന വരുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഒന്ന് കൺട്രോൾ ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പിന്നെ നമുക്ക് കുറേ ഡിമാൻഡിലൊരു അഗ്ലോണിമ എന്നിട്ടത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് ഉച്ചക്കാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതേക്ക് മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കലാത്തികൾ ബാക്കിലും അതിന് മുന്നിൽ ഇങ്ങനെ വലിയ അഗ്ലോണിമയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. വീഡിയോ കാണുന്ന അധികം പേരും ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതേപോലെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുന്നതും മാറ്റുന്നതൊക്കെ ഒരു ഇഷ്ടപ്പെടുന്ന സന്തോഷമുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ പുറമെന്ന് നോക്കുന്നവർക്ക് വട്ടാണ്, പ്രാന്താണ്, ചെടി കുഴിച്ചിട്ട് നേരം കൊണ്ട് വല്ല തൈകളും വെച്ചിട്ടെന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും ഒരേ പ്രാധാന്യമുണ്ട്. രണ്ടും ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ ഒരു പൂ തരുമ്പോഴും അതേപോലെ ആ ചെടിയൊന്ന് വലുതായി ഒരു പുതിയ ഇല വരുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വേറെ എങ്ങോട്ടാ മാറ്റാമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇവിടെയാണുള്ളത്.